നമസ്കാരം. ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. പ്രധാനമായും ഇന്ന് 4 വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളിലും നൽകിയിട്ടുള്ളത്. ഒന്ന്, സിദ്ധാർത്ഥിന്റെ മരണത്തിന് വിസിക്കും ഡീനിനും ഉത്തരവാദിത്തമുണ്ട് എന്ന ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമ വാർഷികമാണിന്ന്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. മറ്റൊന്ന്, കർണാടകയിൽ കന്നഡികർക്ക് 75% സംവരണം എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും നൽകണമെന്നുള്ള വാർത്ത, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയായി ഒട്ടുമിക്ക പത്രങ്ങൾ നൽകിയിട്ടുള്ളത് യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും തമ്മിലുള്ള ചില പാർട്ടിക്കുള്ളിലെ ഭിന്നതകളാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ നേതൃത്വത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഓരോ പത്രങ്ങളും എങ്ങനെയാണ് ഈ വാർത്തകൾ നൽകിയിരിക്കുന്നത്, അതല്ലാതെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഏറ്റവും ആദ്യം ദീപികയാണ്. ദീപിക ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള വാർത്ത, കർണാടകയിൽ കന്നഡികർക്ക് പ്രാധാന്യം നൽകണം, സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ 75% കന്നഡക്കാരായിരിക്കണം, അല്ലെങ്കിൽ കന്നഡ സംസാരിക്കുകയും എഴുതുകയും ചെയ്യാൻ അറിയുന്നവരായിരിക്കണം എന്നുള്ള ബില്ല് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീനും വിസിക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള വാർത്ത അതിന് തൊട്ട് വലതുഭാഗത്തായി ചെറിയൊരു കോളത്തിൽ അവർ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മെഴുകു പ്രതിമയുടെ ചിത്രം, അതിനോടൊപ്പം ഭാര്യ മറിയാമ്മ ഉമ്മൻ നിൽക്കുന്നു. ഉത്തർപ്രദേശിലെ BJP പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ ദീപിക നൽകിയിട്ടുണ്ട്. അതല്ലാതെ ദീപിക നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്നത് ബജറ്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും, ഞായറാഴ്ച സർവകക്ഷി യോഗം എന്നുള്ളതാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു എന്നുള്ള വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ദീപിക നൽകിയിരിക്കുന്നത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, മാധ്യമത്തിൽ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടനത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ മൺചട്ടിയിൽ പച്ചക്കറി നടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത എന്നത് BJPയിലെ പടലപ്പിണക്കമാണ്. എന്നാൽ മാധ്യമം വളരെ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ BJPയിലെ ഭിന്നതയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കർണാടകയിലെ സംവരണ വിവാദത്തിന് ചെറിയൊരു പ്രാധാന്യം നൽകി മാധ്യമം നൽകിയിട്ടുണ്ട്. ഒപ്പം VCയുടെയും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും മാധ്യമം കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളൊന്നും ആദ്യ പേജുകളിലില്ല. പക്ഷെ ഉൾപേജുകളിൽ അത് ഓർമ്മകളിൽ OC എന്ന പേരിൽ അത് നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, മാതൃഭൂമി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള വാർത്ത മറ്റുള്ളവർ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാർത്തയാണ് മാതൃഭൂമി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്ന് ഹൈഡ്രജൻ പവർ എന്ന വാർത്ത, അതായത് വിഴിഞ്ഞം കൊച്ചി തുറമുഖം കേന്ദ്രീകരിച്ച് ഹരിത ഹൈഡ്രജനും ഹരിത അമോണിയവും ഉൽപ്പാദിപ്പിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച ഈ മേഖലയിലെ പ്രമുഖ കമ്പനികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഒപ്പം പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ചിത്രം, അതിന് തലക്കെട്ട് കുഞ്ഞുഞ്ഞില്ലാത്ത ഒരാണ്ട് എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, മറ്റൊന്ന് UPയിലെ കലഹം, ഇതെല്ലാം ആദ്യ പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മലയാള മനോരമയും വലിയ പ്രാധാന്യത്തോടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിന്റെ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മലയാള മനോരമ ഇതൊന്നുമല്ലാതെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് വാർത്തകൾ, അതിലൊന്ന്, സംസ്ഥാനതല കരാർ വിളിച്ച് പണം മുടക്കി മീറ്റർ സ്ഥാപിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാതൃകയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുവാൻ കേരളത്തിന് കേന്ദ്രാനുമതി ലഭിച്ചതുമായുള്ള വാർത്തയാണ്. ഒപ്പം ഒമാൻ എണ്ണക്കപ്പൽ അപകടത്തിൽ 9 പേരെ രക്ഷിച്ചു, ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ജന്മഭൂമി മറ്റു പത്രങ്ങൾ കൊടുത്ത വാർത്തകൾക്കൊന്നും തന്നെയല്ല പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ജന്മഭൂമി പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത എന്നത് ഭീകരവിരുദ്ധ നടപടി തുടരും, കശ്മീരിലെ ഭീകരാക്രമണം പിന്നിൽ പാക് SSG എന്ന സൂചന. അതായത് ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുന്നു, ദോഡ ജില്ലയിൽ 2ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഒപ്പം ശക്തമായി എതിർക്കണമെന്ന് MV ഗോവിന്ദൻ SNDPയോട് കലിയടങ്ങാതെ CPM എന്ന നിലക്കെട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും SNDP യോഗത്തിനെതിരെ സംസാരിച്ചെന്നുള്ള വാർത്തയാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. കർണാടകയിലെ ജോലി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ജന്മഭൂമി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ജന്മഭൂമി ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു വാർത്തയായിട്ടാണ് നൽകിയിരിക്കുന്നത്. VCക്കും ഡീനിനും വീഴ്ച പറ്റി, കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയെന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്.
അവിടെ കൊടുത്തിരിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് കർണാടകയിലെ ജോലി സംബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതിനൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ജന്മഭൂമി നൽകിയ വാർത്തയാണ്. അതായത് ജമ്മുവിൽ ഭീകരരുടെ പുതിയ താവളം എന്ന തലക്കെട്ടോടുകൂടി ജോലി മുട്ടിച്ച കോൺഗ്രസ്, കേരള ദ്രോഹം, വഴിമുടക്കി BJP എന്ന തലക്കെട്ടോടുകൂടിയാണ് കർണാടകയിലെ ജോലി സംബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിരിക്കുന്നത് ദേശാഭിമാനി. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമൊന്നും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. ഒപ്പം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ആദ്യ പേജുകളിലൊന്നും പ്രാധാന്യം ദേശാഭിമാനി നൽകിയിട്ടില്ല. ആദ്യ പേജുകളിൽ എവിടെയും ഉത്തർപ്രദേശിലെ BJPക്കിടയിലുള്ള ഭിന്നതയെപ്പറ്റിയും ദേശാഭിമാനി എവിടെയും നൽകിയിട്ടില്ല. UPയിൽ BJPയിൽ ചേരിപ്പോരോ, ചോദ്യമുനയിൽ ആദിത്യനാഥ് എന്ന തലക്കെട്ടോടുകൂടി ഉൾപേജിൽ നൽകിയിട്ടുണ്ട് ആ വാർത്ത. ദേശാഭിമാനി നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്നത് നാശം വിതച്ച് മഴ തുടരുന്നു, 6 മരണമെന്ന തലക്കെട്ടോടുകൂടി വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത നാശം വിതച്ച കാലവർഷത്തിന് ബുധനാഴ്ച ശക്തി കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു എന്ന വാർത്തയാണ് ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. കാട്ടാനാക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തിന് 15 ലക്ഷവും വീടുമെന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇനി നമുക്ക് ചില കാർട്ടൂണുകളും കൗതുകരമായ വാർത്തകളും നോക്കാം. മാധ്യമത്തിൽ ഉൾപേജിൽ നടൻ ആസിഫ് അലി നേരിട്ട അപമാനവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഹാസ്യ കാർട്ടൂണാണ്. അതായത് അതിൽ നവമാധ്യമങ്ങളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഹാസ്യ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. അവരുടെ വരയും പൊരുളും എന്നുള്ള കാർട്ടൂണാണ് ഉൾപേജിൽ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലെ ആദ്യ പേജിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു ചിത്രം നൽകിയിരിക്കുന്നു. വിദ്വേഷ പ്രചരണം നിർത്തൂ എന്ന ആസിഫ് അലിയുടെ ഒരു വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ കൊടുത്തിരുന്നു. അതിൽ പ്ലീസ് എന്നെ വിടൂ എന്ന കൗതുകരമായ ഒരു ചിത്രം, ആസിഫ് അലിയുടെ ഒരു ചിത്രം അതിലുണ്ട്. അങ്ങനെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒപ്പം കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദം, ഇത്തരക്കാരെ വെറുതെ വിടരുതെന്ന ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാർട്ടൂണാണ്. അതിൻ്റെ തലക്കെട്ട് എൻജോയ് ചെയ്യുമ്പോൾ ജോയിയെ ഓർക്കുക എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. ഇനി സ്പോർട്സിലേക്ക് വരുമ്പോൾ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. പാരീസ് ഒളിമ്പിക്സിൽ 117 അംഗങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്നത്തെ ദിനപത്രങ്ങൾ നൽകിയിട്ടുള്ളത്. കൂടുതൽ അപ്ഡേഷൻസുമായി നാളെ കാണാം. നമസ്കാരം.